ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത്. അങ്ങനെ ഒന്നാമത്തെ അപ്ലിക്കേഷനിൽ നമ്മൾ സ്പെറിക്കൽ ഷെല്ല് കാരണം ഷെല്ലിന്റെ പുറം ഭാഗത്തും ഷെല്ലിന്റെ സർഫസിലും ഷെല്ലിന്റെ ഇൻസൈഡിലുമുള്ള ഫീൽഡ് എത്രയാണ് എന്ന് കണ്ടെത്തി അല്ലെ. രണ്ടാമത്തെ ഒരു ഇൻഫിനൈറ്റ് തിൻ പ്ലെയിൻ ഷീറ്റ് ചാർജ് കാരണമുള്ള ഫീൽഡ് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്, അതേപോലെ റൈറ്റ് സൈഡിൽ എത്രയാണെന്ന് കണ്ടെത്തി. അപ്പോൾ മൊത്തത്തിൽ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് നമ്മൾ ഗോസസ് തിയറം ഉപയോഗിച്ചിട്ട് വിജയകരമായിട്ട് കണ്ടെത്തി. വളരെ ഈസി ആയിട്ട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാതെ കണ്ടെത്തി. ഇനി അതിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ഓഫ് ചാർജ്. എ ലൈൻ ഓഫ് ചാർജ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തെന്നറിയാം, അവിടെ ഒരു ലൈനിൽ കൺസിഡർ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ. ഇതാ ഒരു ലൈനിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ചാർജുകൾ ഇതാ. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത്? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷേ അത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ല. അല്ല. പിന്നെയോ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ലേ അല്ല. പിന്നെന്താണ്? ഇത് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഏത് ടൈപ്പിലുള്ള ഡെൻസിറ്റി ആണ് ഇവിടെ പറയേണ്ടത്? വോളിയം ഡെൻസിറ്റി അല്ലല്ലോ. അല്ല. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണോ? അല്ല. പിന്നെന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. ഓക്കെ അല്ലേ? എനിവേ, അപ്പൊ ഇതാണ് നമ്മുടെ ചാർജ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫീൽഡ് കണ്ടെത്തേണ്ടത്, ഇതിന് ചുറ്റും ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിലെ ഫീൽഡ് സ്ട്രെങ്ത്, ഇതിന് ചുറ്റുമുള്ള ഫീൽഡിലെ ഫീൽഡ് സ്ട്രെങ്ത് കണ്ടെത്തേണ്ടത് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഈ പോയിന്റിൽ എനിക്ക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടെത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു. പി എന്ന പോയിന്റിലാണ് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടെത്തേണ്ടത്. ദാറ്റ് മീൻസ് പി ഈസ് ദി ഒബ്സർവേഷൻ പോയിന്റ്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ പി ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് വരക്കണം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് വരക്കാൻ പറ്റുന്ന ഗോസിയൻ സർഫസ് അതൊരു സിലിണ്ടർ ആണ്. ഓക്കെ, ഈ പി എന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റും നമുക്ക് വരക്കാൻ പറ്റുന്ന ഇമാജിനറി സർഫസ് വിച്ച് മീൻസ് ദി ഗോസിയൻ സർഫസ് അതൊരു സിലിണ്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗോസിയൻ സർഫസ്. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിന്റെ ലെങ്ത്, ഈ ഗോസിയൻ സർഫസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൽ ആണ്. ഓക്കെ, ഈ സ്മോൾ ലെറ്റർ എൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ ലെങ്ത്തിൽ, ഇത്രയും ലെങ്ത്തിൽ ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ ഇൻ ദിസ് ലെങ്ത്. എൽ ലെങ്ത്തിൽ ഉള്ള ഇത്രയും ലെങ്ത്തിലുള്ള ചാർജാണ് ക്യൂ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. സപ്പോസ് ദിസ് പോയിന്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r from the line of charge. ഓക്കെ, ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും r ഡിസ്റ്റൻസിലാണ് ഈ പി എന്ന പോയിന്റ് ഉള്ളത്. അതായത് നമുക്ക് ഫീൽഡ് കണ്ടെത്തേണ്ട ഒബ്സർവേഷൻ പോയിന്റ് ഉള്ളത് ഇതാ ഈ സോഴ്സിൽ നിന്ന് r ഡിസ്റ്റൻസിലാണ്. എടാ, നമ്മൾ അവിടെ ഒരു ചെറിയൊരു എലമെന്ററി ഏരിയ കൺസിഡർ ചെയ്യുന്നു. സ്മോൾ എലമെന്ററി ഏരിയ സേ ds. ഓക്കെ, നിങ്ങൾ അവിടെ നോക്ക്. ആ ഡി എസ് എന്നുള്ള ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിലാണ് അല്ലെ. കഴിഞ്ഞ ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ കർവ്ഡ് സർഫസും എൻ ഫേസും, അങ്ങനെ രണ്ട് സർഫസുകൾ നമ്മുടെ സിലിണ്ടറിനുണ്ട്. അപ്പൊ ഇവിടെ ഫീൽഡ് കണ്ടെത്തേണ്ട പോയിന്റ്, ഒബ്സർവേഷൻ പോയിന്റ് ഉള്ളത് കർവ്ഡ് സർഫസിലാണ്. കഴിഞ്ഞ ആപ്ലിക്കേഷനിൽ ഫീൽഡ് കണ്ടെത്തേണ്ട പോയിന്റ് ഉണ്ടായിരുന്നത് എൻഡ് ഫേസിലാണ് അല്ലെ. പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൽ എൻഡ് ഫേസിലാണ്, ഗോസിയൻ സർഫസിന്റെ എൻഡ് ഫേസിലാണ് ഒബ്സർവേഷൻ പോയിന്റ് ഉണ്ടായത്.
ഇവിടെ ഗോഷ്യൻ സർഫസിന്റെ കർവ്ഡ് സർഫസിലാണ് ആക്ച്വലി നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയണം മക്കളെ, എന്താണ് ഇവിടുത്തെ ഡി എസിന്റെ ഡയറക്ഷൻ? എന്താ സംശയം? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, ഇതാണ് ഇവിടുത്തെ ഡി എസ് എ. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഡി എസ് എ. ഇനി ചോദിക്കട്ടെ, ഇവിടെ എങ്ങാനും നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യൂലേ? അങ്ങനെയാണെങ്കിൽ ആ പി എന്ന പോയിന്റിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അതിങ്ങോട്ടാണ് അല്ലെ. അപ്പൊ പി എന്ന പോയിന്റിൽ ഇയുടെ ഡയറക്ഷനും ഈ ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും പാരലലാണ്, ഒരേ ഡയറക്ഷനിലാണ്. ഇനി നമുക്ക് എൻഡ് ഫേസിലേക്ക് പോവാം. ഇതാണ് എൻഡ് ഫേസ്. ആ എൻഡ് ഫേസിൽ ഇതേപോലെ ഒരു എലിമെന്ററി ഏരിയ കൺസിഡർ ചെയ്താൽ ആ എലിമെന്ററി ഏരിയയുടെ ഡയറക്ഷൻ ഇവിടെ ഡി എസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡി എസിന്റെ ഡയറക്ഷൻ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ അല്ലേ? അല്ലെ? അല്ലടാ, എന്താണ് ഉണ്ടാത്തത്? ഓക്കെ, ഇവിടെ വേണമെങ്കിൽ പുറത്ത് നോക്കാം. ഇപ്പൊ എല്ലാം ഒരേ സൈഡിൽ തന്നെ ആയിക്കോട്ടെ. ഇവിടെ ഡി എസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഡി എസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡി എസിന്റെ ഡയറക്ഷൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ടല്ലേടാ? ആണ്. ഇതാണ് ഇവിടുത്തെ ഡി എസിന്റെ ഡയറക്ഷൻ. ഓക്കെ, അതേസമയം ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് റിപ്പൽ ചെയ്യപ്പെടുന്നത് ഇങ്ങോട്ടല്ലേടാ എന്ന് പറഞ്ഞാൽ അവിടെ തീയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതായത് എൻഡ് ഫേസിൽ ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആണ്. അതേസമയം വേറെ എവിടെയാണ് കുഞ്ഞുമക്കളെ? യെസ്, കർവ്ഡ് സർഫസിൽ ഇയും ഡി എസും പാരലൽ ആണ്. ഇനി നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രൊസീജിയറിലേക്ക് തന്നെ പോകാം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഗോഷ്യൻ സർഫസിലേക്ക് കൂടിയിട്ടുള്ള മൊത്തം ഫ്ലക്സ് കണ്ടെത്തും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ എന്നാണ് ടോട്ടൽ ഫ്ലക്സ് ത്രൂ വാട്ട്? ത്രൂ ഗോഷ്യൻ സർഫസ് അല്ല. കഴിഞ്ഞ രണ്ട് ഡെറിവേഷൻ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ മനസ്സിലായിട്ടുണ്ടാകും. ഗോഷ്യൻ സർഫസ് ആക്ച്വലി ഇവിടെയും ഗോഷ്യൻ സർഫസിന് രണ്ട് സർഫസുകളില്ലടാ. അപ്പൊ നമ്മൾ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രല് രണ്ട് സർഫസിൽ എടുക്കണ്ടേ? ഒന്ന് എവിടെയാണ്? ഒന്ന് കർവ്ഡ് അല്ലെ? കർവ്ഡ് സർഫസ്. ഓക്കെ, കർവ്ഡ് സർഫസില് ഇ ഡോട്ട് ഡി എസ് അല്ലെ, ഇ ഡോട്ട് ഡി എസ് പ്ലസ് ആ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ എവിടെ കൂടി എടുക്കണം? സർഫസ് ഏതാണ്? എൻഡ് ഫേസ് അല്ലെ? എൻഡ് ഫേസ് ഇ ഡോട്ട് ഡി എസ്, ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു എന്താണ് ഈ സംഗതി? ഇതാർക്കായി പറയാത്തത്? കർവ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റ, ഇ ഡി എസ് കോസ് തീറ്റ. കർവ്ഡ് സർഫസിൽ ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അത് 0 ആണ്. സോ ഇ ഡി എസ് കോസ് 0 പ്ലസ് എൻഡ് ഫേസിലോ ഇ ഡി എസ് കോസ്, ഈ രണ്ടെണ്ണം തമ്മിലുള്ള ആംഗിൾ 90 ആണ്. സോ കോസ് 90 ഡിഗ്രി. കോസ് 90 എത്ര? 0. അപ്പൊ ഈ ടേം എന്തായി? ഇത് 0 ആയി. അപ്പൊ ബാക്കി എന്താണത്? കർവ്ഡ് സർഫസ് മാത്രം നോക്കിയാൽ മതി അല്ലെ? കർവ്ഡ് സർഫസ് ഇ ഡി എസ് അല്ലെ? കോസ് 0 എന്താ? കോസ് 0 1 ആണ്. സോ ഇ ഇൻറ്റു ഡി എസ് ഈക്വൽ ടു ഇ ഇൻറ്റു അല്ലെ, ഈ കോൺസ്റ്റന്റ് ആണ് കർവ്ഡ് സർഫസ് ഡി എസ്. അപ്പൊ അല്ലടാ, ഇതെന്താ സംഗതി? ഈ ഡി എസുകളെ കർവ്ഡ് സർഫസിലുള്ള കുഞ്ഞ് ഏരിയയെ അവിടെ മൊത്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും അല്ലെ? അപ്പൊ എന്താണ് സിലിണ്ടറിന്റെ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ? ലെങ്ത് തന്നിട്ടുണ്ട്, എന്താണ് ഇവിടത്തേക്കുള്ള റേഡിയസ് തന്നിട്ടുണ്ട് 2πrl അല്ലെ? അപ്പൊ എന്താണ്? ഈക്വൽ ടു ദിസ് phi is equal to E into
2 pi RL. This is equation number 1. Okay അല്ലേ? ഇനി നമ്മൾ ഗോസസ് തിയറം ഉപയോഗിക്കാം. ഇതിപ്പോ ഡെഫിനിഷൻ പ്രകാരമുള്ള ഫ്ലക്സ് ആണ്. ഇനി ഗോസസ് തിയറം പ്രകാരമുള്ള ഫ്ലക്സ് കണ്ടെത്താം. ഫ്രം ഗോസസ് തിയറം, what is flux? Q by epsilon 0 അല്ലേ? എന്താണ് അവിടെ Q എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ആണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ Q എമൗണ്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതിൽ L ലെങ്തിലാണ്. എങ്കിൽ Q by L എന്താ? Q by L is the linear charge density, it is lambda അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ Q എന്താ? Q is equal to lambda into LA. അപ്പൊ എന്താണ്? lambda L by epsilon 0. ഇക്വേഷൻ നമ്പർ 2. ഇതും ഗോഷ്യൻ സർഫസിലേക്ക് കൂടിയിട്ടുള്ള ഫ്ലക്സ് ആണ്, ഇതും ഗോഷ്യൻ സർഫസിലേക്ക് കൂടിയിട്ടുള്ള ഫ്ലക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കൂടാ. ഫ്രം ഇക്വേഷൻ 1 and 2 എന്താ നമുക്ക് കിട്ടാ? 1 and 2 ൽ നമുക്ക് എന്താ കിട്ടാ? into 2 pi RL equal to lambda L by epsilon 0. Okay, L cancelled. That means E is equal to mundada 1 by 2 pi epsilon 0 lambda by R. ഓക്കെ, ഒന്നെങ്കിലും ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കറിയാലോ 1 by 4 pi epsilon 0ന്റെ വാല്യൂ നമുക്ക് അറിയാലോ. അതുകൊണ്ട് ഞാനിവിടെ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 by 4 pi epsilon 0 എന്ന് എഴുതുന്നു. ആ 2 കൊണ്ട് ഇവിടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 lambda by R എന്ന് എഴുതുന്നു. ഇതിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. So this is the field due to a line of charge at any point around the line of charge. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷനാ. ആദ്യം ഡെഫിനിഷൻ പ്രകാരം ഫ്ലക്സ് കണ്ടെത്തി, ഗോസസ് തിയറം പ്രകാരം ഫ്ലക്സ് കണ്ടെത്തി, ആ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് അടുത്ത സെക്ഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ?